2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ്. എന്താണ് ഈ അപജയത്തിനുണ്ടായ കാരണം? 99 സീറ്റിൽ ഭരണത്തിലേറിയ 10 വർഷം കേരളത്തിൽ ഭരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ഇത്രമേൽ അധപതിച്ചു പോയത്, ഇത്രമേൽ താഴേക്ക് പോയത്? ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു വരാം. 2024 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് CPM നേതൃത്വം നൽകുന്ന LDF വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM-ന്റെ പ്രത്യേകിച്ച് ഇടതു പാർട്ടികളുടെ സ്വാധീനം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്കൊന്ന് വിലയിരുത്താം. അഴിമതിയും ഭരണവിരുദ്ധ വികാരവും പ്രധാന ഒരു കാരണമായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉയർന്ന അഴിമതി ആരോപണങ്ങളും കടുത്ത ഭരണവിരുദ്ധ വികാരവും തോൽവിക്കുള്ള പ്രധാന ഘടകമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല അഴിമതി UDF-ന്റെ വിജയത്തിന് കാര്യമായ ഗുണം ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ തന്നെ VN വാസവൻ രണ്ടുപേരും പരാജയപ്പെട്ട ഒരു വസ്തുത നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. പിണറായി വിജയന്റെ മകളായ വീണ വിജയനെതിരെ ഉണ്ടായിരുന്ന അഴിമതി കരിമണൽ കത്തയിൽ നിന്നും 1 കോടിയിലേറെ രൂപ കൈപ്പറ്റിയെന്നുള്ള വസ്തുത പുറത്തു വരികയും അതുമായി ഉയർന്നു വന്ന ചർച്ചകളിൽ പാർട്ടി പിണറായിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയതും ഇടതുപക്ഷ ഭരണത്തിന് ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമായി എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. കൂടാതെ കടുത്ത ഭരണ വിരുദ്ധ വികാരം ഉണ്ടായെന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ യുവ നേതാക്കൾ വഴിയിൽ കരികൊടി കാണിക്കുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഇതിന് കാരണമാരായുമ്പോൾ അവരെ രക്ഷിക്കാൻ ചെയ്ത നടപടിയാണെന്ന് പരിഹസിക്കുകയും ചെയ്തതുൾപ്പെടെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ റെയിൽവേ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത ഇത്തരത്തിലുള്ള നടപടികൾ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. രണ്ടാമതായി എടുത്തു പറയേണ്ട കാര്യം നേതൃത്വത്തിലെ കേന്ദ്രീകരണമാണ്. LDF അധികാരത്തിൽ വന്നാൽ പാർട്ടിയിൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടിയുടെ തീരുമാനങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനമായാണ് ഗവൺമെന്റ് വർത്തിക്കുന്നത്. എന്നാൽ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൂട്ടായ തീരുമാനങ്ങൾക്ക് പകരം അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് പകരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അധികാര കേന്ദ്രമായി മാറുകയും പിണറായി വിജയനെ ചുറ്റിപ്പറ്റി കുറച്ച് അധികാര കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള കിഫ്ബിയുടെ നേതാക്കൾ അടക്കമുള്ള കുറച്ച് ആൾക്കാർ പിണറായി വിജയന്റെ ചുറ്റും കൂടുകയും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു ഗവൺമെന്റിനെ മൊത്തം ചലിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത കാഴ്ചയാണ് നാം കണ്ടത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM അറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് പിണറായി വിജയനോട് താല്പര്യമുള്ള കുറച്ച് വ്യക്തികളുടെ താല്പര്യത്തിന്റെ പുറത്താണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തതെന്നുള്ള ഒരു കാര്യം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ പിണറായി വിജയൻ ഒരു അധികാര കേന്ദ്രമായി മാറുകയും ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറച്ച് വ്യക്തികൾ ഭരണം നിയന്ത്രിക്കുകയും ചെയ്തതിന്റെ ഭാഗമായാണ് പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു പരാജയം ഉണ്ടായെന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. മൂന്നാമതായി നാം എടുത്തു പറയേണ്ടത് പാർട്ടി അണികളിലെ അതൃപ്തിയാണ്. പാർട്ടി അണികൾ തികച്ചും അതൃപ്തരായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അഴിമതികളും സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാകുമ്പോൾ പാർട്ടി അണികൾക്ക് ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പാർട്ടി സംഘടന കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്. പിണറായി വിജയനെതിരെയോ പാർട്ടിക്കെതിരെയോ സംസാരിക്കുന്നവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന കാലമാണ് കഴിഞ്ഞ 5 വർഷമായി ഉണ്ടായിരുന്നത്. പാർട്ടിക്കെതിരെയോ നയങ്ങൾക്കെതിരെയോ ചർച്ച ചെയ്യുന്നവരെ പാർട്ടിയിൽ തരം താഴ്ത്തുകയോ പാർട്ടിക്കകത്ത് തന്നെ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിന്നതിനാൽ പാർട്ടിക്ക് അണികളിലുണ്ടായ അമർഷം അത് വോട്ടായി പാർട്ടിക്കെതിരെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നാം ഈ ഇലക്ഷനിൽ കണ്ടത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും അണികൾ പാർട്ടി വിരുദ്ധ വോട്ട് രേഖപ്പെടുത്തിയതായും ചില പ്രാദേശിക നേതാക്കൾ വരെ പാർട്ടി വിട്ടുപോയതായും നമുക്ക് കാണാൻ കഴിയും.
നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണൂർ ആയിക്കോട്ടെ, CPM-ന്റെ പ്രധാന കേന്ദ്രങ്ങളായ CPM ഒരിക്കലും തോക്കാത്ത ഓരോ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഈ ഇലക്ഷനിൽ ജയിച്ചത് UDF ആണ്. അവിടെയും നാം മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ പാർട്ടി അംഗങ്ങൾ വോട്ട് ചെയ്തത് ഒരു UDF നേതാവിനല്ല, മറിച്ച് CPM-ലെ തന്നെ വിമതരായി മത്സരിച്ചവർക്കാണെന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരൊക്കെ ഇപ്പോഴും CPM അനുകൂലികളോ CPM പ്രവർത്തകരോ ഒക്കെയാണ്. അവർക്ക് മറിച്ച് അവരുടെ അമർഷം രേഖപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന് സ്വതന്ത്രരായി മത്സരിച്ചവർക്ക് വോട്ട് നൽകിയ ഒരു സാഹചര്യമാണ് നാം കണ്ടത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും പാർട്ടിയിൽ നിന്നും അകന്നു പോയിട്ടില്ലെന്നല്ല, പാർട്ടിയുടെ നയങ്ങളിൽ വരുന്ന തിരുത്തലുകളിലൂടെ ഇവരൊക്കെ ഭാവിയിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരും, CPM വീണ്ടും ശക്തമാകും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നാലാമതായി നാം എടുത്തു പറയേണ്ട കാര്യം ന്യൂനപക്ഷ വോട്ടുകളിലെ മാറ്റമാണ്. CPM സ്വീകരിച്ച നിലപാടുകൾ മൂലം മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് മാറിയതായി കാണുന്നു. CPM അവസാന സമയങ്ങളിൽ പിണറായി വിജയൻ ഡൽഹിയിലിരുന്ന് ഹിന്ദു പത്രത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ കൊടുത്ത ഇന്റർവ്യൂ, അത് എത്ര കണ്ട മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ CPM-നെതിരെ LDF-നെതിരെ ചിന്തിക്കാൻ കാരണമായി എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും അതുപോലെ തന്നെ ഈ നിയമസഭാ ഇലക്ഷനിലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം കണക്ക് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നും തന്നെ CPM-ന് ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾ, SC, ST തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും CPM-ന്റെ വോട്ട് ബാങ്കായിരുന്ന ഒരു വിഭാഗം CPM നിന്നും അടർന്ന് BJP-യിലേക്ക് മാറിയ ഒരു കാഴ്ചയും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു പ്രധാന കാരണം CPM-ന്റെ ആശയപരമായ അപജയമാണ്. പ്രത്യശാസ്ത്ര അടിത്തറയിൽ നിന്നും മാറി അധികാരം നിലനിർത്താൻ BJP-യുമായി ധാരണയുണ്ടാക്കുന്നുവെന്ന ആരോപണം പാർട്ടി അണികളിൽ അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുവന്നത്. CPM-ന്റെ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയന്റെയും മകൾ വീണ വിജയനുമെതിരെയുള്ള കേസുകളും മറ്റു കാര്യങ്ങളും ഒത്തുതീർക്കുന്നതിനായി BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായി ഒരു ധാരണയിലെത്തിയെന്നും PM ശ്രീയിൽ അതുമൂലമാണ് ഒപ്പിട്ടതെന്നും അതുകൂടാതെ സുരേഷ് ഗോപിക്ക് വിജയത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തെന്നും അടക്കമുള്ള നറേറ്റീവുകൾ കേരളത്തിൽ UDF പ്രചരിപ്പിക്കുകയും ഇതിൽ എന്തെങ്കിലും കുറച്ച് സത്യമുണ്ടെന്നുള്ള ധാരണ LDF-ന്റെ അണികളിൽ പരത്താൻ UDF-ന് കഴിഞ്ഞതും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ UDF-ലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്, UDF-ലേക്ക് തെന്നി മാറുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പാർട്ടി അണികൾ വളരെ അജിറ്റേറ്റഡ് ആയിരുന്നു, പാർട്ടി അണികൾ വളരെ അമർഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു 4000 കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടെന്ന്. കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ മാറി കൊടുക്കാനുണ്ട്, നെൽ കർഷകരുടെ 250 കോടിയിലേറെ രൂപ കൊടുക്കാനുണ്ട്, 14-15 ഇനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഏകദേശം 400 കോടിയിൽ കൂടുതൽ രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും പണമില്ലാത്തതിനാൽ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരവസ്ഥയാണ് നാം കണ്ടത്. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നും ഒരു പെട്ടിക്കടയുടെ പോലും കണക്ക് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ധനകാര്യ മന്ത്രിയാണ് ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനും ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും ഇത് ചർച്ച ചെയ്യിപ്പിക്കാനും UDF-ന് കഴിഞ്ഞു എന്നുള്ളത് വളരെ എഫക്റ്റീവായി ഈ തിരഞ്ഞെടുപ്പിൽ LDF-നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യമാണ്. കൂടാതെ സൈബർ അണികളുടെ ഇടപെടൽ, സൈബർ കമ്മ്യൂണിസ്റ്റുകളുടെ അമിതമായ ഇടപെടലുകളും വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലിൽ. പോരാളി ഷാജി അത്തരത്തിലുള്ള 100 കണക്കിന് ഇടതുപക്ഷ അനുകൂല സൈബർ ഇടങ്ങൾ വളരെ അസഹിഷ്ണുമായി പെരുമാറുകയും CPM-നെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരുടെ മേൽ സിംഹം തന്റെ ഇരയുടെ മേൽ പിടിമുറുക്കുന്ന പോലെ ചാടി കയറുകയും അവർക്കെതിരെ ആക്ഷേപശരം സൈബർ ഇടത്തിലൂടെ നടത്തുകയും ചെയ്യുന്ന അതിദാരുണമായ കാഴ്ചയാണ് നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ കണ്ടത്. ഇതൊന്നും CPM-ഓ CPI-യോ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിയാനല്ലാതെ
ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് തടയിടുവാൻ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മടുപ്പുളവാക്കുകയും പാർട്ടിക്കെതിരായുള്ള വോട്ട് ചെയ്യുന്നതിനെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി വർത്തിച്ച് എന്നുള്ളതും വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച പരസ്യവാചകം LDF അല്ലാതെ ആരുണ്ട്? തികച്ചും ധിക്കാരപരവും തികച്ചും അഹങ്കാരം നിറഞ്ഞതുമായ ഒരു പരസ്യവാചകമാണ് LDF ഈ പ്രാവശ്യം മുന്നോട്ട് വെച്ചത്. ഇതിനു മുമ്പ് LDF വരും, എല്ലാം ശരിയാക്കും, ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പരസ്യവാചകങ്ങളിലൂടെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം LDF അല്ലാതെ ആരുണ്ട്, ഞങ്ങളല്ലാതെ കേരളം ഭരിക്കാൻ ആരുണ്ട് എന്നുള്ള ധിക്കാരപരമായ ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഈ പരസ്യം വാചകം എഴുതി കൊടുത്ത കമ്പനിക്ക് LDFനോട് CPMനോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുണ്ടോ എന്ന് പോലും ഞാൻ ഈ പരസ്യം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി. കാര്യം, ഇത്തരത്തിലുള്ള ധിക്കാരപരമായ ഒരു പരസ്യവാചകം LDF അല്ലാതെ ആരുണ്ട്, ഞങ്ങളെ ഉള്ളു ഇവിടെ ഭരിക്കാൻ, മറ്റുള്ള ആരുമില്ല, വേറെ ആർക്കും ഇവിടെ ഭരിക്കാൻ പറ്റത്തില്ല, ഇത്തരത്തിലുള്ള ഒരു ധിക്കാരം, ഒരു അഹങ്കാരത്തിലുള്ള ഒരു പരസ്യം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹോർഡിങ്ങുകളിൽ പിണറായി വിജയന്റെ മാത്രം ഫോട്ടോ കൊണ്ടുവന്നത്. LDF എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ള പാർട്ടികളുടെ, ലെഫ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ കുറച്ച് പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ പാർട്ടിക്കെല്ലാം നായകന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. മറിച്ച് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളതിന് പിണറായി വിജയന്റെ മാത്രം തല പ്രൊജക്ട് ചെയ്ത്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ മാത്രം പ്രൊജക്ട് ചെയ്ത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോർഡിംഗ് വെച്ചത് CPMനെ വളരെ നെഗറ്റീവായി ബാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് നാം UDFനെ കണ്ടുപിടിക്കുന്നത്. UDF എന്നുള്ള നിലയിൽ UDFന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും ഫോട്ടോ വെച്ചിട്ടാണ് അവർ ഹോർഡിങ്ങുകൾ കേരളത്തിൽ നിർത്തിയത്. ഇതുപോലെ തന്നെ CPMനും ചെയ്യാമായിരുന്നു. മുൻകാലങ്ങളിലും അങ്ങനെയാണ്. ഒരാളെ കേന്ദ്രീകരിക്കാതെ പിണറായി വിജയന്റെ ഫോട്ടോ വലുതാക്കി വെച്ചിട്ട് കൂട്ടത്തിൽ തന്നെ മറ്റാൾക്കാരുടെയും മറ്റ് നേതാക്കളുടെയും ഫോട്ടോ വെച്ച് അവരെ അപ്രധാനികളാക്കാതെ അവരെയും പ്രധാനികളാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ മനസ്സുള്ളവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് വേണമായിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. എന്നാൽ അത്തരത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോയില്ല എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ CPMന് LDFനുണ്ടായ അപജയം പഠിക്കുകയോ ആ പഠനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള റെമഡി കണ്ടുപിടിച്ച് സംഘടനാ സംവിധാനത്തിൽ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാനോ CPM ശ്രമിച്ചില്ല എന്നുള്ളതും വളരെ ശക്തമായ കാര്യമാണ്. ഇന്റലിജൻസോ മറ്റു പിണറായിയുടെ ചുറ്റുപാട് നിൽക്കുന്ന വൃന്ദങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് കേട്ട് 100-90 സീറ്റ് കിട്ടും, വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള ഒരു മൂഢസ്വർഗത്തിലായിരുന്നു പിണറായി വിജയനും ഗ്യാങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMന്റെ സെക്രട്ടറി ആയിരുന്ന വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിനെ മത്സരിപ്പിക്കുകയും അവരെ മന്ത്രിയാക്കുകയും ചെയ്തു. അതേ പാറ്റേണിൽ തന്നെ ഈ വർഷം ഗോവിന്ദൻ മാറുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, ശ്യാമളെ ജയിപ്പിക്കുന്നു, ശ്യാമളെ മന്ത്രിയാകുന്നു. ഇത്തരത്തിലുള്ള CPMന്റെ അണികൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ദഹിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഓരോന്നോരോന്നായി എണ്ണി പറയുന്നില്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPM അണികൾ, ഇടതുപക്ഷ അണികൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇനിയെങ്കിലും CPM ഈ തെറ്റ് മനസ്സിലാക്കി ഈ തെറ്റുകൾ തിരുത്തി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷമായി പ്രവർത്തിച്ച് കേരളത്തിൽ വരണമെന്നാണ് സാഗി ന്യൂസിന് പറയാനുള്ളത്. അതിനാൽ ഇടതുപക്ഷത്തിനുണ്ടായ ഈ അപജയം തിരുത്തി കൃത്യമായ വിശകലനത്തിലൂടെയും പഠനത്തിലൂടെയും ഇത് തിരുത്തിയെടുത്തുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു പ്രതിപക്ഷമായി 5 വർഷം വർത്തിച്ച് തുടർന്നും ഭരണത്തിലേക്ക് ഏറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ CPM നേതാക്കളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാഗി ന്യൂസ്, തിരുവനന്തപുരം.